എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. ഇനി ഒരു രാത്രി മാത്രം. വിജയം ഉറപ്പാണെന്ന് കരുതിയ മഹേന്ദ്രൻ്റെയും രഞ്ജിത്തിൻ്റെയും മുന്നിലേക്ക് രാത്രിയിലെത്തിയത് ഒരു ദുരൂഹ സന്ദേശം. ആ സന്ദേശം അവരുടെ ആത്മവിശ്വാസത്തെ തന്നെ തകർക്കുമോ? നമുക്ക് കേട്ടു നോക്കാം, അല്ലേ? മഹേന്ദ്രനും കൂടി വാഗമണ്ഡലം വരെ പോകാനും 2 പേർക്കും കൂടി ഒരു വണ്ടിക്ക് തന്നെ പോകാനുമുള്ള പദ്ധതിയാണല്ലോ മഹേന്ദ്രൻ അവതരിപ്പിച്ചത്. അവിടെ വരെയും സംസാരിച്ചു പോകാനുള്ള സൗകര്യമാണ് മഹേന്ദ്രൻ പ്രധാനമായും എടുത്തു കാണിച്ചത്. യഥാർത്ഥ കാരണം പറഞ്ഞാൽ അവൻ വരുമോ? ആ പദ്ധതി രമേശന് ഇഷ്ടപ്പെട്ടു. ശിവരാത്രിയുടെ തലേദിവസം രാവിലെ 5 മണിയോടുകൂടി ബാംഗ്ലൂരിൽ നിന്ന് പുറപ്പെടാമെന്നും ആ സമയം കൂട്ടുകാരനായ ടാക്സി ഡ്രൈവറോട് പറയണമെന്നും പ്രത്യേകം പറഞ്ഞു. അതിൻ്റെ ഉത്തരവാദിത്വം മഹേന്ദ്രനെ ഏൽപ്പിച്ചതിന് ശേഷമാണ് രമേശൻ അന്ന് തിരിച്ചുപോയത്. ഒളികെട്ടി കാത്തിരിക്കുന്ന വേട്ടക്കാരന് തൻ്റെ അടുത്തേക്ക് മൃഗം വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രത്യേകതരം സന്തോഷമുണ്ട്. അതുപോലെ ഒരു സന്തോഷമാണ് മഹേന്ദ്രന് അപ്പോൾ അനുഭവവേദ്യമായത്. ഇത്രയും ദിവസം അന്യനാട്ടിൽ വന്ന് തങ്ങിയതും പലതരത്തിലുള്ള നുണകൾ പറഞ്ഞ് ഇവനുമായി അടുപ്പം സ്ഥാപിച്ചതും എല്ലാം ഈ ഒരു ദിവസത്തിനു വേണ്ടിയായിരുന്നു. ഇതുവരെയുള്ള പദ്ധതികളെല്ലാം കൃത്യമായി തയ്യാറാക്കപ്പെട്ടതാണ്. എല്ലാം തന്നെ ആലോചിച്ചതുപോലെ നടക്കുകയും ചെയ്തു. ഒരിക്കൽ പോലും പാളിച്ചയുടെ ഒരംശം പോലും ഉണ്ടായിട്ടില്ല. രാവിലെ പുറപ്പെടാനുള്ള സമയവും രമേശനോട് പറഞ്ഞു കഴിഞ്ഞു. അയാൾക്കത് സമ്മതമായിട്ടുമുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു രാത്രി കൂടി കഴിഞ്ഞാൽ പിന്നെ രമേശൻ തങ്ങളുടെ കയ്യിലാകും. പിന്നെ അവൻ പറയാൻ പോകുന്നത് ഇതുവരെ തന്നോട് പറഞ്ഞ നുണയുടെ ശരിയായ വശമായിരിക്കും. അവൻ കുറ്റവാളിയാണെങ്കിൽ പോലും അനുകമ്പ അർഹിക്കുന്നവനാണ്. നിയമത്തിനു മുന്നിൽ അനുകമ്പയ്ക്ക് സ്ഥാനമില്ലല്ലോ. കുറ്റം ചെയ്തതാണോ ശിക്ഷ അനുഭവിച്ചല്ലേ പറ്റൂ. അത് തെളിയിക്കാനുള്ള ബാധ്യത തങ്ങൾക്കുണ്ടു താനും. ഈ സന്തോഷ വാർത്ത ജീവൻ സാറിനെ വിളിച്ചു പറയുകയാണ് അത്യാവശ്യമായി വേണ്ടത്. മാത്രവുമല്ല, പോകുന്ന വഴിയിൽ എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ വളരെ പെട്ടെന്ന് സഹായവും കിട്ടണം. അത് സാധിക്കണമെങ്കിൽ മോഹനൻ സാറുമായി ബന്ധപ്പെടണം. അതിന് നല്ലത് ജീവൻ തന്നെയാണ്. കർണാടക പോലീസിൽ നിന്നോ കേരള പോലീസിൽ നിന്നോ വേണ്ട സഹായം ലഭ്യമാക്കാൻ ജീവൻ സഹായിക്കുകയും ചെയ്യും. അതുകൊണ്ട് ആദ്യം രഞ്ജിത്ത് സാറുമായി സംസാരിക്കുക. അതിനുശേഷം അന്തിമമായി കാര്യങ്ങൾ തീരുമാനിക്കാം. അത് കഴിഞ്ഞിട്ട് ആരെയൊക്കെ അറിയിക്കണം, അറിയിക്കേണ്ട എന്ന് തീരുമാനിക്കാം. വിവരം അറിയിക്കേണ്ടവരെ അറിയിക്കുകയും അതിനുശേഷം ചെയ്യാം എന്ന തീരുമാനത്തിലാണ് മഹേന്ദ്രൻ താമസ സ്ഥലത്ത് എത്തിയത്. അതുവരെ നടന്ന കാര്യങ്ങളെല്ലാം കൃത്യമായി രഞ്ജിത്തിനെ ബോധ്യപ്പെടുത്തി. പിറ്റേ ദിവസം പോകാനുള്ള വാഹനം അവരുടെ താമസ സ്ഥലത്ത് തന്നെ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നഗരത്തിന് പുറത്ത് ഒരാളിൽ നിന്നും രഞ്ജിത്ത് ദിവസ വാടകയ്ക്ക് ഒരാഴ്ചത്തേക്ക് എടുത്തതാണ്. അവിടെയും കൊടുത്തത് കള്ള അഡ്രസ്സും വ്യാജ വിവരങ്ങളുമാണ്. ഒരു യാത്ര പോകാനുണ്ട് എന്ന് മാത്രമേ അയാളോട് പറഞ്ഞിട്ടുള്ളൂ. സ്ഥലം കൃത്യമായി പറഞ്ഞില്ല. കൂടുതൽ വിവരങ്ങൾ അയാളെ അറിയിക്കേണ്ട കാര്യവുമില്ല. അവിടെ വന്ന നാൾ മുതൽ പലപ്പോഴും അയാളുടെ വാഹനം ഓട്ടത്തിനായി രഞ്ജിത്ത് വിളിക്കാറുണ്ടായിരുന്നു. അതെല്ലാം ഈ ലക്ഷ്യം മുന്നിൽ കണ്ടു തന്നെയാണ്.
എന്നെങ്കിലും ഒരിക്കൽ ഒരു വഴിയിലൂടെ അല്ലെങ്കിൽ മറ്റൊരു വഴിയിലൂടെ കേരളത്തിലേക്ക് അവനെ കടത്താൻ കഴിയണം. ആ പദ്ധതി വിജയകരമായി നടത്തണമെങ്കിൽ ഒരു വാഹനം അത്യാവശ്യം വേണ്ടിവരും. ആരും അറിയാതിരിക്കണമെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് വേണ്ടിവരും. അതിനായി അതും ഒതുക്കി വെച്ചതാണ്. ഇപ്പോൾ അതും ഉപകാരമായി. ജീവൻ സാറിനെ വിവരമറിയിക്കണമോ എന്ന നിർദ്ദേശത്തിന് രഞ്ജിത്ത് അനുകൂലമായി തന്നെയാണ് പ്രതികരിച്ചത്. അതുകൊണ്ടാണ് അന്ന് തന്നെ വിളിച്ച് ജീവൻ ജോസിനെ വിവരം അറിയിച്ചത്. അപ്പോൾ നാട്ടിൽ നടന്ന സംഭവങ്ങൾ ജീവൻ തിരിച്ച് ഇങ്ങോട്ടും അറിയിച്ചു. ഒരുത്തൻ്റെ കാര്യം തീർന്നു കിട്ടിയല്ലോ, അത്രയും സമാധാനം. ബാക്കി 2 പേരുടെ കാര്യം നമ്മൾ ആലോചിച്ചാൽ മതിയല്ലോ. എന്ത് സമാധാനം? ഒരുത്തനെ കയ്യിൽ കിട്ടിയത് ചാടിപ്പോയില്ലേ? അതിന് ഇനി ആരോടെല്ലാം സമാധാനം പറയേണ്ടി വരും എന്ന് ആർക്കറിയാം? പറയേണ്ടി വരുമെന്ന കാര്യം തീർച്ചയാണ്. ഇതുവരെ ആരും ചോദിച്ചിട്ടില്ല. നമ്മൾ പറഞ്ഞത് വിശ്വസിച്ച മട്ടാണ്. സംശയം തോന്നുക ആർക്കാണെന്നോ എപ്പോഴാണെന്നോ പറയാൻ കഴിയില്ലല്ലോ. അതിനു മുമ്പ് നമുക്ക് ഇവന്മാരെ അകത്താക്കണം. അങ്ങനെ വന്നാൽ പ്രശ്നമില്ലല്ലോ. വരുന്ന വഴിയിൽ നിങ്ങൾക്ക് എന്താവശ്യമുണ്ടെങ്കിലും മോഹനൻ സാറിനെ വിളിക്കണം. ഞാൻ അദ്ദേഹത്തോട് വിവരങ്ങൾ പറഞ്ഞു വച്ചേക്കാം. അത്രയും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. തീരെ അടുത്തെങ്ങും വീടുകളില്ലാത്തതുകൊണ്ട് അല്പം ഉച്ചത്തിലാണ് അവർ സംസാരിച്ചത്. സാധാരണ ഇങ്ങനെ സംസാരിക്കാറുള്ളതുമാണ്. ആരും അങ്ങോട്ട് വരാറുമില്ല. ആരും ആ സമയത്ത് അവിടെ വരാനുമില്ല. എന്നാൽ പതിവിന് വിപരീതമായി അന്ന് മാത്രം അവിടെ ഒരാൾ വരികയും അല്പസമയം കാത്തു നിന്നതിന് ശേഷം മടങ്ങിപ്പോവുകയും ചെയ്തത് അവരുടെ ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടില്ല. അവരാരും അങ്ങോട്ട് ശ്രദ്ധിച്ചതുമില്ല. പിറ്റേ ദിവസം ഇവിടെ നിന്നും തീർത്തു പോകേണ്ടതായതുകൊണ്ട് കുറച്ചൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു. അതിൻ്റെ തിരക്കും ഉണ്ടായിരുന്നു. താമസിക്കുന്ന സ്ഥലത്തിൻ്റെ താക്കോൽ ഉടമയ്ക്ക് തിരിച്ചു നൽകണമായിരുന്നു. അവിടെയും അവരോട് നുണ പറയുകയാണ് ചെയ്തത്. 2 പേരും പോകുന്നത് 2 വഴിക്കായതുകൊണ്ട് തിരിച്ചു വരുന്നതും 2 സമയത്ത് തന്നെ ആയിരിക്കും. അതുകൊണ്ട് ആദ്യം വരുന്നയാളുടെ സൗകര്യത്തിനു വേണ്ടി താക്കോൽ ഉടമയെ ഏൽപ്പിക്കുകയാണ് എന്നാണ് പറഞ്ഞത്. അവിടെ താമസം തുടങ്ങിയതിന് ശേഷം 1-2 തവണ ഇങ്ങനെ താക്കോൽ കൊടുത്ത് പല സ്ഥലങ്ങളിലേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന് സംശയമൊന്നും തോന്നിയില്ല. അതുകൂടി കഴിഞ്ഞതോടെ അവിടെ നിന്നും മടങ്ങാനുള്ള എല്ലാ കാര്യങ്ങളും പൂർത്തിയായി. ഒറ്റ ഒരു രാത്രി കൂടി കഴിഞ്ഞാൽ മതി. അതായിരുന്നു അവരുടെ സന്തോഷവും സമാധാനവും. ഒരിക്കൽ കൂടി ആരംഭം മുതലുള്ള കാര്യങ്ങളെല്ലാം ആലോചിച്ച് എല്ലാം തീർന്നു എന്ന് മനസ്സിലാക്കിയതിന് ശേഷം നേരത്തെ തന്നെ അവർ ഉറങ്ങാൻ പോയി. 4 മണിക്ക് അലാറം വെച്ച് എഴുന്നേറ്റ് പ്രഭാതകൃത്യങ്ങൾ എല്ലാം നിർവഹിച്ചതിന് ശേഷം കട്ടൻ കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഫോൺ എടുത്ത് ഒന്ന് നോക്കിയത്. പരിചയമില്ലാത്ത നമ്പറിൽ നിന്നും 4-5 മിസ്ഡ് കോളുകളുണ്ട്. വിളിച്ചത് ആരാണെന്നറിയാതെ ഈ അസമയത്ത് എങ്ങനെ തിരിച്ചു വിളിക്കും? അത് വേണ്ട. വല്ലവനെയും ഈ 4 മണിക്ക് ഉറക്കത്തിൽ നിന്ന് വിളിച്ചെഴുന്നേൽപ്പിച്ചാൽ എത്ര പാവമാണെങ്കിലും അവൻ ചിലപ്പോൾ തെറി പറയും. അത് കേൾക്കേണ്ടി വരികയും ചെയ്യും. വിവരം രഞ്ജിത്തിനോട് പറഞ്ഞപ്പോൾ, നീ ആ വാട്സാപ്പ് കൂടി നോക്ക്. അത്യാവശ്യക്കാർ ആരെങ്കിലുമാണ് വിളിച്ചതെങ്കിൽ കിട്ടാത്തപ്പോൾ അവർ മെസ്സേജ് ഇട്ട് കാണും. മഹേന്ദ്രൻ തൻ്റെ ഫോണിലെ വാട്സാപ്പ് തുറന്നു നോക്കി. പരിചയമില്ലാത്ത ഒരു നമ്പറിൽ നിന്നും ഒരു മെസ്സേജ് വന്ന് കിടപ്പുണ്ട്.
12 മണി കഴിഞ്ഞ് 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അയച്ചതാണ്. ആ സന്ദേശം ഇങ്ങനെയായിരുന്നു: എല്ലാവരും ബുദ്ധിഹീനരാണെന്നും വേഷം കെട്ടലുകൾ ആരും മനസ്സിലാക്കില്ലെന്നും വിചാരിക്കുന്നതാണ് നിങ്ങളുടെയൊക്കെ ബുദ്ധിമോശം. നിങ്ങളെക്കാൾ ബുദ്ധിമാന്മാർ ധാരാളം സേനയ്ക്ക് പുറത്തുണ്ട് എന്നുള്ള കാര്യം ഇനിയെങ്കിലും മനസ്സിലാക്കുക. നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കാൻ പോകുന്നില്ല. നിങ്ങൾ തടയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് തടയാൻ കഴിയുകയുമില്ല. നിങ്ങളാൽ കഴിയുന്നത് നിങ്ങൾക്ക് ചെയ്യാം. ഞങ്ങൾക്കെന്ത് കഴിയുമെന്ന് അധിക ദിവസങ്ങൾ കഴിയും മുമ്പ് തന്നെ നിങ്ങൾ അറിയുകയും ചെയ്യും. നാളെ നടത്താൻ പോകുന്ന വിജയകരമായ യാത്ര സ്വപ്നം കണ്ട് നിങ്ങൾക്ക് ഇന്നുറങ്ങാം. എനിക്കെന്തായാലും ഇന്ന് ഉറക്കമില്ലാത്ത രാത്രിയാണ്. ഈ നമ്പറുകൾ രണ്ടും പിന്തുടരാമെന്ന് വിചാരിക്കരുത്. ട്രേസ് ചെയ്താലും നിങ്ങൾക്ക് ഉടമയെ കിട്ടാൻ പോകുന്നില്ല. അത്രമാത്രമാണ് സന്ദേശത്തിലുള്ളത്. ആര് അയച്ചുവെന്നോ എവിടെ നിന്ന് അയച്ചുവെന്നോ അറിയില്ല. അനോണിമസ് എന്ന് പറയാവുന്ന രീതിയിലാണ് സന്ദേശം. എങ്കിലും അതിൽ എന്തൊക്കെയോ നിഗൂഢമായ അർത്ഥങ്ങളുള്ളതായി മഹേന്ദ്രനും രഞ്ജിത്തിനും തോന്നി. ഉറക്കത്തിൻ്റെ ആലസ്യം അതുവരെയും ശരിക്കും മാറിയിട്ടില്ലായിരുന്നു. ആ സന്ദേശം വായിച്ചതോടെ അവർ രണ്ടുപേരും പൂർണ്ണമായും ഉറക്കച്ചടവിൽ നിന്നും മുക്തരായി. ആ സന്ദേശം അവർ വീണ്ടും വീണ്ടും വായിച്ചു. പോകാനുള്ള ഒരുക്കങ്ങളെല്ലാം ചെയ്തതുകൊണ്ട് അതിനായി ഇനി കൂടുതൽ സമയം ചെലവഴിക്കേണ്ട കാര്യമില്ല. സന്ദേശം യഥാർത്ഥമാണെങ്കിൽ ഉദ്ദേശിക്കുന്ന പദ്ധതികളൊന്നും നടക്കില്ല. എന്നാൽ അയച്ച ആളെപ്പറ്റി സൂചനകളൊന്നുമില്ലാത്ത സ്ഥിതിക്ക് തീർച്ചയായും പുറപ്പെടാനുള്ള സമയം വരെ കാത്തു നിൽക്കാം. ഉദ്ദേശിച്ചത് നടക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. സമയം 5 മണിയോടടുക്കുന്നു. രമേശൻ എത്തും എന്ന് പറഞ്ഞ സമയമായിരിക്കുന്നു. എന്നാലും അല്പസമയം കൂടി കാത്തു നോക്കാം. അവർ കാത്തുനിൽപ്പ് തുടർന്നു. രമേശൻ വരാതിരിക്കുമോ? ആരായിരിക്കും സന്ദേശം അയച്ചിട്ടുണ്ടാവുക? പാതിരാത്രിയിൽ അവിടെ വന്നു പോയത് ആരായിരിക്കും? ഒരു അജ്ഞാത സന്ദേശം, ഒരു അജ്ഞാത സാക്ഷി. മഹേന്ദ്രൻ്റെയും രഞ്ജിത്തിൻ്റെയും പദ്ധതി തകരാൻ പോവുകയാണോ? അടുത്ത ഭാഗത്തിൽ എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി ലഭിക്കുമോ? വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.